ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് താഴെഭാഗത്ത് ഓവൽ ഷേപ്പ് വരുന്ന സ്ട്രെയിറ്റ് കുർത്തി എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. വീതി കുറഞ്ഞ മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുർത്തിയുടെ ആവശ്യമുള്ള അത്ര ഇറക്കം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പൺ സൈഡാണിത്. ഇത് മടക്കിയിട്ട് അതിൻ്റെ ഓപ്പൺ സൈഡ്, മറ്റേ ഭാഗം അതിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡാണ്. അപ്പോൾ ഞാനിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുർത്തിക്ക് എത്രയാണ് നമുക്ക് ആവശ്യം ഇറക്കം, അത്രയും ഇറക്കം എടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബാക്കി കട്ട് ചെയ്തെടുത്ത തുണി നമ്മൾ സ്ലീവിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഇറക്കം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഉള്ള തുണി ഇത് ഇത്രയും വരുന്നുണ്ട്, ഇത് സ്ലീവിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് 4ആയിട്ട് മടക്കി കൊടുക്കാം. ആദ്യം ഞാൻ 2ആയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് അനുസരിച്ചിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കാം. ഫുള്ള് വീതി എടുത്ത് മടക്കണ്ട, നമുക്ക് ആവശ്യമുള്ള വീതി എടുത്തിട്ട് മടക്കിയാൽ മതി. കാരണം ഇത് സ്ലിറ്റുള്ള കുർത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി നമുക്കതിൽ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ഇതാണ് അതിൻ്റെ ഓപ്പൺ സൈഡും ഫോൾഡ് സൈഡും. ഫോൾഡ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴി വരയ്ക്കാനുള്ള അളവും ഞാൻ 7.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ പോയിൻ്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ ചുറ്റളവിൻ്റെ 4/1 ഭാഗം പ്ലസ് 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ അടിയിൽ നിന്ന് താഴത്തേക്ക് 8 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു ലൈനിൽ വെച്ചിട്ട് നമ്മളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ആ പോയിൻറ്റും നേരത്തെ ചെസ്റ്റ് അളവിൻ്റെ പോയിൻറ്റും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഹിപ്പ് ലൈനാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിവിടെ അതിൻ്റെ എക്സ്ട്രാ എടുത്തിട്ട് വരച്ചു കൊടുത്തു. നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തിൻ്റെ എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്താം. ഹിപ്പ് ലൈനും താഴത്തേക്ക് 8 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഹിപ്പ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ഹിപ്പ് മെഷർമെൻറ്റ് ഞാൻ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ വരച്ച ആ പോയിൻറ്റുമായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുക. അതിനുശേഷം എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഹിപ്പ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം എക്സ്ട്രാ എടുത്തിട്ട് മൊത്തം മാർക്ക് ചെയ്താൽ മതി. ഞാൻ ആദ്യം അങ്ങനെ വിട്ടുപോയതാണ്. എന്നിട്ട് എക്സ്ട്രാ എടുത്ത് വരച്ചു. എക്സ്ട്രാ എടുത്ത് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് താഴത്തെ നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയ ഇറക്കം എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു കർവ് കൊടുത്തിട്ട്, അതായത് ഓവൽ ഷേപ്പ് പോലെ നമുക്ക് താഴെ ഭാഗത്ത് വരച്ചു കൊടുക്കാം. താഴെ ഇതുപോലെ അങ്ങനെ അതിൻ്റെ കോർണറിൽ ഇതുപോലെ ഇപ്പോൾ അവസാനം വരച്ച ആ ഒരു ലൈനിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡർ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഷോൾഡറും അതുപോലെ ചെരിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക്, അതായത് ബാക്ക് പാനൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ ബാക്ക് പാനൽ സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട്
ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. വിഡ്ത്ത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ അതേ വിഡ്ത്ത് തന്നെ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ മുക്കാൽ സ്ലീവാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇറക്കം ഈ സ്ലീവിൽ അത്ര പോരാ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ബാക്കിയുള്ള കട്ട് പീസിൽ നിന്ന് നമുക്ക് ഇറക്കം എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൽ 13 ഇഞ്ചിന് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 16 ഇഞ്ചെങ്കിലും എടുക്കാറുണ്ട് സ്ലീവിൻ്റെ ഇറക്കം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിരുന്ന ബാക്കി കട്ട് പീസിൽ നിന്ന് ഇതുപോലെ തുണി എടുക്കുക. ഇത് 2 പീസ് തുണിയാണ്. അല്ലെങ്കിൽ ഒരു തുണി 4ആയിട്ട് മടക്കിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ 2 പീസ് തുണി ഇതുപോലെ മടക്കുക. അല്ലെങ്കിൽ ഒരു തുണി തന്നെ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ ഈ സ്ലീവിന് ഫോൾഡ് ചെയ്ത ഭാഗത്തോട് ചേർത്ത് വയ്ക്കുക. ഇതുപോലെ ആ ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സാധാരണ സ്ലീവിന് മെഷർമെൻറ്റ്സ് എടുക്കുന്ന പോലെ എടുത്തിട്ട് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം ആദ്യം അടയാളപ്പെടുത്തുക. സ്ലീവിൻ്റെ ഇറക്കം ഞാനിവിടെ 16 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ശേഷം കൈക്കുഴിയുടെ വിഡ്ത്ത് ഞാൻ 9 ഇഞ്ചാണ്. നമുക്കതിൽ മടക്കിയപ്പോൾ അത്രയാണ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് അവിടേക്ക് അത്ര വീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെച്ചതുപോലെ തന്നെ താഴത്ത് വെച്ചതുപോലെ സൈഡിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈവണ്ണം അടയാളപ്പെടുത്താം. കൈവണ്ണം ഞാൻ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഇനി നമുക്ക് മുകളിലത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ചേർത്ത് വരച്ച് കൊടുക്കാം. എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 പീസും ഈ 2 സ്ലീവുമ്മേലും വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ തുണിയിൽ നിന്ന് ബാക്കി വരുന്ന ഒരു കട്ട് പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് മടക്കിയ ആ ഫോൾഡഡ് സൈഡിൽ നമ്മൾ കുർത്തി കട്ട് ചെയ്ത ബോഡി പീസ് എടുത്തിട്ട് അതും മടക്കിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ആ ഫോൾഡ് ചെയ്ത സൈഡ് തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ട് പീസ് തുണിയിൽ ആ നെക്കിൻ്റെ അതേ ഷേപ്പ് അതിൽ നമുക്ക് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ അതേ ഷേപ്പ് അതിൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തെ ഭാഗത്ത് ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് എടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ അതായത് ആ ടോപ്പ് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ നെക്കിൻ്റെ എഡ്ജിൽ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തയ്ച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ആ 3 സൈഡും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ 3 സൈഡും നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ നെക്കിൻ്റെ എഡ്ജിമ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം.
ഇങ്ങനെ തയ്ച്ചതിന് ശേഷം സ്റ്റിച്ച് ലൈൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്കിനി ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ആ സ്ലീവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു. ആ പീസ് ആദ്യം ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അത് നിവർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് അതിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ ഇത് നമ്മൾ കൈയിൻ്റെ അവിടെ നിന്ന് തുടങ്ങി, കൈയിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മളുടെ ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്തിയ ആ ഭാഗം വരെ കൂട്ടി യോജിപ്പിച്ച് തയ്ക്കുക. ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്തിയെടുത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ട് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ യോജിപ്പിച്ചിട്ട് നിർത്താം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇനി നമുക്ക് സ്ലിറ്റാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ സ്ലിറ്റ് സാധാരണ പോലെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. കാരണം താഴെ നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്ലീവിൻ്റെ അവിടെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 മടക്കാണ് മടക്കാറ്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ സ്ലിറ്റിൻ്റെ അവിടം വരെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വീതിയിലൊന്നും മടക്കണ്ട, ചെറിയ വീതിയിൽ മടക്കിയാൽ മതി. ഇപ്പോൾ ഒരു മടക്കേ നമ്മൾ മടക്കിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നും കൂടി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ മറ്റേ സ്ലിറ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയാണ് മടക്കി തയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരുമിച്ച് തന്നെ 2 മടക്ക് മടക്കി തയ്ച്ചാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓവൽ ഷേപ്പ് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.